ഹലോ, വെൽക്കം ബാക്ക് ടു ഡി എവറിത്തിങ് ഹോം മെയ്ഡ്. അപ്പോൾ ലാസ്റ്റ് ഡേ ചെയ്ത് വെച്ച കപ്പിൻ്റെ അകത്ത് വയ്ക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് നമുക്കിന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ മുന്തിരിയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ തണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ വൂളൻ ത്രെഡും ഗമ്മും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് നേരെ എന്താ സംഭവം നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ മുന്തിരിയുടെ തണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ, ഒരു കുറച്ച് ചില്ലൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതാണ് ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മുടെ മരത്തിൻ്റെ തണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വൂളൻ ത്രെഡ് എടുക്കാം. ഞാനിവിടെ ഒരു പിങ്ക് കളറാണ് എടുത്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ അതാ ഇത് ചെയ്യേണ്ടത് കുഞ്ഞുതായിട്ട് ഇങ്ങനെ ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കുന്ന രീതിയിൽ ഈ വൂളൻ ത്രെഡിനെ കട്ട് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ. അപ്പോൾ ഇതിന് കുറച്ചും കൂടി എളുപ്പമുള്ള വഴിയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്ന മെത്തേഡ് വെച്ച് കട്ട് ചെയ്തെടുത്താണിത്. നമുക്ക് കുറച്ചും കൂടി എളുപ്പമുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നൂലിന് ഇതുപോലെ കുറേ ആയിട്ട് മടക്കി ബെൻഡ് ചെയ്തതിന് ശേഷം കത്രിക ഭയങ്കര തൊട്ടടുത്തായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ കുറച്ച് സ്പീഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇത് ഭയങ്കര നൈസായിട്ടാണ് വേണ്ടത്. ആക്ച്വലി പഞ്ഞി പോലെ തന്നെ ഇരിക്കണം, ത്രെഡ് വലുതായിട്ട് കാണരുത്, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇവിടെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കട്ട് ചെയ്തത് പിന്നെയും കയ്യിലിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് കത്രിക വെച്ച് ഇപ്പോൾ ചെയ്ത പോലെ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പഞ്ഞി പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ കുഞ്ഞു നരക്കുണ്ടാവും, അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ അതാ ഈ തണ്ടിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഗമ്മാക്കി കൊടുക്കാം. എല്ലാ തണ്ടിലും നല്ലോണം ഗമ്മ് സ്പ്രെഡാവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ഞി പോലെ ഇരിക്കുന്ന സാധനത്തിനെ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗമ്മുള്ളത് കൊണ്ടും വൂളൻ ത്രെഡ് ആയതുകൊണ്ടും പെട്ടെന്ന് പഞ്ഞിയിലേക്ക് സ്റ്റിക്ക് ആയിക്കോളും. പിന്നെ കുറച്ച് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ കമ്പിലേക്ക് ഇത് ഫുൾ സ്പ്രെഡ് ആവും. ആവാത്തടത്ത് ഒന്നും കൂടി ജസ്റ്റ് ഗമ്മാക്കിയിട്ട് കൈ വെച്ചൊന്ന് ജസ്റ്റ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എല്ലാം ചെയ്തേണ്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ കുടഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എക്സസ് ആയിട്ടിരിക്കുന്ന ഒട്ടാത്തതൊക്കെ പറഞ്ഞു വരും. എന്നിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ കപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ലാസ്റ്റ് വീക്കിലത്തെ കപ്പാണ്. അപ്പോൾ നമുക്കിത് ആദ്യം കുറച്ച് ന്യൂസ് പേപ്പേഴ്സും ഇതുപോലെ ന്യൂസ് പേപ്പേഴ്സും ഇതൊക്കെ വെച്ചിട്ടൊന്ന് സ്റ്റഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മൊബൈൽ കവറൊക്കെ വാങ്ങുമ്പോൾ കാണുന്നൊരു സാധനമാണിത്. ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ കപ്പിൻ്റെ ഷേപ്പിൽ 2 കട്ട് ചെയ്തെടുക്കാൻ പോകും, ഡയമീറ്ററിൻ്റെ സൈസിൽ. അപ്പോൾ കപ്പിൻ്റെ ടോപ്പ് പോർഷൻ്റെ ഡയമീറ്ററാണ് എടുക്കേണ്ടത്. അതിനുശേഷം ഞാൻ 1 ഗ്രീൻ കളർ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കളർ പേപ്പർ വെച്ച് കവർ ചെയ്യാത്തത് നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിൻ്റെ ടോപ്പിലായിട്ട് ഗ്രീൻ കളർ പേപ്പർ വെച്ച് ചെയ്തത് അതിൻ്റെ ടോപ്പിലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഒരു ഹോൾട്ട് കൊടുക്കണം. ഞാൻ കോമ്പസാണ് യൂസ് ചെയ്യുന്നത്, സ്പോഞ്ച് ആയതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ തണ്ട് ഫുള്ളായിട്ട് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ഹോളിൻ്റെ അകത്തേക്ക് വെക്കാം. അപ്പോൾ ഇരിക്കില്ല, അതായത് സ്പോഞ്ച് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഇതുപോലെ വീഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ചെയ്യണം. അപ്പോൾ എന്താ ചെയ്ത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോളിൻ്റെ പോർഷനിൽ ഞാൻ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആദ്യം അത് അവിടെ ഇരിക്കില്ല, ഫെവിക്കോൾ ഉണങ്ങി കഴിയുമ്പോൾ അത് പിന്നെ അവിടെ നിന്ന് അനങ്ങില്ല. ഫെവിക്കോളോ ഹോട്ട് ഗ്ലൂ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ ഒരുവിധം നമ്മുടെ പിങ്ക് കോട്ടൺ ട്രീയുടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടി ഐ ബട്ടണിൽ ഇപ്പോൾ വീഡിയോ വരും, ഓടിപ്പോയി കാണാത്തവർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ.